അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോറി ആയിരുന്നു ഇതുവരെ കണ്ടിന്യൂ ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റോറീൻ്റെ പേര് സിംഹാസനത്തിലെ 32 പ്രതിമകൾ എന്നായിരുന്നു സ്റ്റോറിയുടെ പേര്. ആ സ്റ്റോറിയാണ് നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇന്നും ആ സ്റ്റോറിയുടെ ബാക്കി തന്നെയാണ്. 12ാം ഭാഗമാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കഥകളാണ് ഉള്ളതെന്ന്, അതിൽ എന്തായിരിക്കും ആ പ്രതിമ രാജാവിനോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പന്ത്രണ്ടാം ശിക്ഷയായ പത്മാവതിയുടെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. 12ാം ശിക്ഷയായ ഒരു ദിവസം രാത്രിയിൽ വിക്രമാദിത്യ രാജാവ് കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിൽ ഇരിക്കുകയായിരുന്നു. കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. പൂനത്തിൻ്റെ ചന്ദ്രൻ യൗവനത്തിലായിരുന്നു. എല്ലാ പകൽ പോലെ വ്യക്തമായി കാണുമായിരുന്നു. പ്രകൃതിയുടെ മനോഹരതയിലെ രാജാവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവർ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അലർച്ചയുടെ ദിശ ഊഹിക്കുക. നിർത്താതെ ഒരു സ്ത്രീ നിലവിളിക്കുകയും സഹായത്തിനായിരുന്നു ആ സ്ത്രീ വിളിച്ചിരുന്നത്. ആ സ്ത്രീയെ ദുരന്തത്തിൽ നിന്ന് കരകയറ്റാൻ വിക്രം പരിചയവും വാളും പിടിച്ച് കുതിരയെ തൊഴുത്തിൽ നിന്ന് പുറത്തെടുപ്പിച്ചു. ഒരു കുതിരപ്പുറത്ത് കയറി ഉടൻ ആ ദിശയിലേക്ക് നടക്കുക. കുറച്ച് സമയത്തിന് ശേഷം അവർ സ്ഥലത്ത് എത്തി. ഒരു സ്ത്രീ സംരക്ഷിക്കുക, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഓടുന്നതും അവളെ പിടികൂടാൻ ഒരു ഭീകരമായ ഒരു ഭൂതം അവളെ പിന്തുടരുന്നുണ്ടെന്നും അവർ കണ്ടു. ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ വിക്രം കുതിരപ്പുറത്ത് നിന്നും ഒറ്റയടിക്ക് ചാടി. യുവതി അവൻ്റെ കാൽക്കൽ വീണ് രക്ഷക്കായി അപേക്ഷിച്ചു. അവളുടെ കൈകളിൽ പിടിച്ച് വിക്രം അവളെ പൊക്കിയെടുത്ത് സഹോദരി എന്ന് അഭിസംബോധന ചെയ്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ വിക്രമാദിത്യ രാജാവിൻ്റെ സങ്കേതമാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവൾക്കൊരു ഉപദ്രവം സംഭവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവർ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അസുരൻ ചിരിച്ചു. തന്നെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനെ തന്നെ ഉപദ്രവിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ താൻ അവരെ മൃഗങ്ങളെപ്പോലെ കീറിമറിക്കുമെന്നും അദ്ദേഹം വിക്രമനോട് പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് അവൻ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി. വിക്രം ഒരു മുന്നറിയിപ്പുമായി അവനെ വെല്ലുവിളിച്ചു. അവൻ്റെ താക്കീതിനെ അസുരൻ പരിഹസിച്ചു. തിടുക്കത്തിൽ വിക്രമിനെ തകർക്കുമെന്ന് അയാൾക്ക് തോന്നി. അവൻ അവരുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. വിക്രമും അതീവ ശ്രദ്ധാലുവായിരുന്നു. വിക്രമിനെ പിടികൂടാൻ എത്തിയ ഉടൻ വിക്രം സ്വയം രക്ഷപ്പെടുകയും വാളുകൊണ്ട് അവനെ ആക്രമിക്കുകയും ചെയ്തു. അസുരനും വളരെ ചടുലനുമായിരുന്നു. അവൻ തൻ്റെ കുതന്ത്രം മാറ്റി സ്വയം രക്ഷപ്പെട്ടു. വഴക്കിട്ട് ഇരുവരും തമ്മിൽ കടുത്ത യുദ്ധം ആരംഭിച്ചു. വിക്രം വളരെ വേഗത്തിലും സമർത്ഥമായും യുദ്ധം ചെയ്തു. അസുരൻ ക്ഷീണത്താൽ തളർന്നുപോയി. കിട്ടിയ അവസരം മുതലെടുത്ത വിക്രം തൻ്റെ വാളുകൊണ്ട് അസുരൻ്റെ തലയറുത്തു. ഭൂതം അവസാനിച്ചുവെന്ന് വിക്രമിന് മനസ്സിലായി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ്റെ അറുത്തുമാറ്റിയ തല വീണ്ടും അതിൻ്റെ സംസ്ഥാനത്ത് വന്നു. ഭൂതം ഇരട്ടി ആവേശത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കൂടാതെ മറ്റൊരു പ്രശ്നം അതിൻ്റെ കൂടെ ഉയർന്നു. അവൻ്റെ രക്തം ഒഴുകിയ സ്ഥലത്ത് മറ്റൊരു അസുരൻ ജനിച്ചു. വിക്രമാദിത്യ രാജാവ് ഒരു നിമിഷം അമ്പരന്നു. പക്ഷെ ശ്രദ്ധ തിരിക്കാതെ 2 രാക്ഷസന്മാരെയും ഒരുമിച്ച് നേരിടാൻ തന്നെ തീരുമാനിച്ചു. രക്തത്തിൽ ജനിച്ച അസുരൻ അവസരം കണ്ട് അവനെ പ്രഹരിച്ചു. എന്നിട്ട് ആദ്യ അടിയിൽ തന്നെ തൻ്റെ കുസൃതി തൻ്റെ കൈകളിലേക്ക് തന്നെ മാറ്റി. രണ്ടാമത്തേത് കാലുകൾ മുറിച്ചു. അസഹ്യമായ വേദനയോടെ അസുരൻ കരഞ്ഞു. വനം മുഴുവൻ പ്രതിധ്വനിച്ചു. അവൻ വേദനയാൽ പീഡിപ്പിക്കുന്ന കണ്ട് ഭൂതത്തിൻ്റെ ക്ഷമയ്ക്ക് ഉത്തരം നൽകി. അവസരം മുതലെടുത്ത് അവൻ തലയിൽ കാൽ വെച്ച് ഓടിപ്പോയി. നട്ടെല്ല് കാണിച്ചതിനാൽ തന്നെ അവനെ കൊല്ലുന്നത് ശരിയല്ലെന്ന് വിക്രം കരുതി. അസുരൻ ഓടിപ്പോയ വിക്രം സ്ത്രീയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ഭയന്ന് വിറയ്ക്കുന്നത് കണ്ടു. ഭൂതം ഓടിപ്പോയതിനാൽ അവൻ ശാന്തനായിരിക്കുമെന്നും ഭയം ഉപേക്ഷിക്കണമെന്നും അവർ അവനോട് പറഞ്ഞു. അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവനെ മാതാപിതാക്കളുടെ അടുത്ത്
സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഭൂതം മരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അപകടം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് സ്ത്രീ മറുപടി നൽകി. അവൻ തിരികെ വന്ന് അവളെ കണ്ടെത്തി വീണ്ടും ഈ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരും. വിക്രം അവളുടെ ഐഡന്റിറ്റി അറിയാൻ ആഗ്രഹിച്ചപ്പോൾ താൻ സിംഗിൾ ദ്വീപിലെ താമസക്കാരനാണെന്നും ഒരു ബ്രാഹ്മണന്റെ മകളാണെന്നും പറഞ്ഞു. ഒരു ദിവസം അവൾ സുഹൃത്തുക്കളോടൊപ്പം കുളത്തിൽ കുളിക്കുമ്പോൾ അസുരൻ അവളെ കണ്ട് ആകൃഷ്ടനായി. അവിടെ നിന്ന് അവൻ അവളെ കൂട്ടി ഇവരെ കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ ഭർത്താവായി സ്വീകരിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. അവൾക്ക് ജീവൻ നൽകുമെന്ന് അവൻ കരുതി. പക്ഷെ അവളുടെ പരിശുദ്ധി നശിപ്പിക്കാൻ അനുവദിക്കില്ല. സംസാരിക്കുമ്പോൾ അവൾ കരയുകയും തൊണ്ട വീർക്കുകയും ചെയ്തു. അസുരനെ കൊന്ന് തൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുമെന്ന് വിക്രം ഉറപ്പു നൽകുകയും അസുരന്റെ പുനരുത്ഥാനത്തിന്റെ രഹസ്യം ചോദിക്കുകയും ചെയ്തു. അസുരന്റെ വയറ്റിൽ ഒരു സൈറൽ വസിക്കുന്നു. അവൻ മരിച്ചയുടനെ അവന്റെ വായിലേക്ക് അമൃതം ഒഴിക്കുന്നു എന്ന് സ്ത്രീ മറുപടി നൽകി. അവൾക്ക് അവനെ പുനരുദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ അവളുടെ രക്തത്തിൽ നിന്ന് ജനിച്ച മറ്റൊരു രാക്ഷസനല്ല. അങ്ങനെ രണ്ടാമത്തെ രാക്ഷസൻ വികലാംഗനാവുകയും മരിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട വിക്രം പറഞ്ഞു, എത്ര നേരം കാത്തിരിക്കേണ്ടി വന്നാലും അസുരനെ കൊല്ലാതെ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. മോഹിനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ സ്ത്രീ അഞ്ചത പ്രകടിപ്പിച്ചു. ഒരു മരത്തണലിൽ വിക്രം വിശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്ന് വിക്രമിനെ നേരെ പാഞ്ഞു. വിക്രം ഒട്ടും ജാഗരൂകമല്ലാത്തതിനാൽ തന്നെ കയ്യിൽ മുറിവേറ്റ പോയി. ഇപ്പോൾ ഇതാ വിക്രമും ആക്രമണത്തിന് സജ്ജമായി. സിംഹം രണ്ടാം തവണയും അവരുടെ നേരെ പാഞ്ഞപ്പോൾ അവർ പൂർണ്ണ ശക്തികൾ ഉപയോഗിച്ച് കാലുകൾ പിടിച്ച് പൂർണ്ണ ശക്തിയോടെ തന്നെ വായുവിലേക്ക് എറിഞ്ഞു. സിംഹം ദൂരെ വീണു കോപം കൊണ്ട് അലറി. രണ്ടാമത്തെ പാൽ ഓടുന്ന ഭൂതത്തിന്റെ രൂപമെടുത്തു. ചതയിലൂടെ അവരെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ വിക്രമിന് മനസ്സിലായി. അവർ ചാടിയിറങ്ങി അസുരനെ ഏറ്റുമുട്ടി. വീണ്ടും ഇരുവരും തമ്മിൽ കടുത്ത യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനിടയിൽ അസുരന്റെ ശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായപ്പോൾ വിക്രം തന്റെ വയറ്റിൽ വാൾ കൊണ്ട് തിരുകി. ഭൂതം നിലത്ത് വീണ് വേദന കൊണ്ട് അലറാൻ തുടങ്ങി. തുടർന്ന് വിക്രം വാളുകൊണ്ട് തന്നെ അവളുടെ വയറു കീറി. വയറു പൊട്ടി അമർത്തിയെടുക്കാൻ ഓടിയ ഉടനെ മോഹിനി ചാടിയിടിട്ടു. വിക്രം പുത്രന്മാരെ ഓർത്ത് മോഹിനിയെ പിടിക്കാൻ ഉത്തരവിട്ടു. അമൃത് ലഭിക്കാത്തതിനാൽ തന്നെ അസുരൻ വേദനയോടെ മരിച്ചു. ചില തെറ്റുകൾക്ക് ശിക്ഷയായി അസുരന്റെ സേവകനാകേണ്ടി വന്ന ശിവന്റെ വേശ്യയാണ് താനെന്ന് മോഹിനി സ്വയം പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ വിക്രം ബ്രാഹ്മണ കുട്ടിയെ അവളുടെ മാതാപിതാക്കൾക്ക് കൈമാറുകയും മോഹിനിയെ യഥാവിധി വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സിംഹാസനത്തിൻ്റെ 32 പ്രതിമകൾ എന്ന സ്റ്റോറിയിലെ 12ാം ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാനും മറക്കരുത്. ഓക്കെ, ബൈ.